ഇലക്ഷൻ ചാനൽ ഇനി പരിശോധിക്കുന്നത് എന്തുകൊണ്ടാകാം പി.വി. നരസിംഹറാവുവിന് ഭാരതരത്ന നൽകാൻ ബി.ജെ.പി. സർക്കാർ തീരുമാനിച്ചത് എന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു പി.വി. നരസിംഹറാവു. ഒപ്പം തന്നെ 19 ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിലെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നതിൻ്റെ അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിലും പി.വി. നരസിംഹറാവു അറിയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടായിരിക്കും ബി.ജെ.പി. ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചത്? മനു, അതിൽ ഒരു രസകരമായൊരു കാര്യം ആ നരസിംഹറാവു വിഷയം വീണ്ടും ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ്. ഈ പ്രധാനമന്ത്രി ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴും ബി.ജെ.പി. എല്ലാ തരത്തിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഈ നെഹ്റു ഗാന്ധി ലെഗസിയെ മാത്രമേ അദ്ദേഹം ആക്രമിക്കുന്നുള്ളൂ. അതായത് ഇന്ദിരാഗാന്ധിയുടെയും ഈ കുടുംബത്തിൻ്റെ ലെഗസി, ഇതിൻ്റെ ഒരു കരുത്തിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അദ്ദേഹം അതായത് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെയാണ് ആക്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ കുടുംബം തന്നെയാണ്. കാരണം ആരില്ലെങ്കിലും ഒരു ദേശവ്യാപകമായ ഒരു നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്നതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം ഇങ്ങനെ അതെ രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ അവരെല്ലാം അവർ ഭരിച്ചിട്ടുള്ള രക്തസാക്ഷിത്വം, അത് ഈ രാജ്യം വളരെ കരുത്തവും ആവേശത്തോടും കൂടി ഓർക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇവരെ ആ ഒരു പാരമ്പര്യത്തെ പൂർണ്ണമായി റദ്ദ് ചെയ്യുക എന്ന ഒരു സമീപനം നമുക്ക് ഇവിടെ വേണമെങ്കിൽ വിമർശിക്കാവുന്നതാണ്. മാത്രമല്ല നരസിംഹറാവുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകാനൊക്കെ വരുന്നത്. കാരണം പെട്ടെന്ന് രാജീവ് ഗാന്ധി മരിക്കുന്നു. അപ്പോൾ അങ്ങനെ നരസിംഹറാവു ഇതിൻ്റെ ലൈം ലൈറ്റിലേക്ക് വരേണ്ട ഒരു സാഹചര്യം. ഏതാണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയെന്ന് നിൽക്കുന്നിടത്താണ് അങ്ങനെ ഒരു ദൗത്യം വരുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയനായി വരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചു, അദ്ദേഹത്തിന് മരണത്തിലൊന്നും വേണ്ടത്ര അംഗീകാരം കോൺഗ്രസ് നൽകിയില്ല എന്നുള്ള ആക്ഷേപം അവസാന കാലഘട്ടങ്ങളിൽ തഴയപ്പെട്ടു, അത് വേണ്ട രീതിയിൽ അത് നൽകിയില്ല. അപ്പോൾ മാത്രമല്ല അന്ന് ഈ ശിവരാജ് പാട്ടീലൊക്കെ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തേണ്ടത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയുടെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ, പ്രത്യേകിച്ചും ആഗോളീകരണം, ഉദാരവൽക്കരണ നയങ്ങളുടെ ഒരു തുടക്കക്കാരൻ എന്ന രീതി. അതെ, കാരണം അന്ന് ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാന കാര്യം നൽകിയത് അത് ഒരു നല്ല ധനകാര്യമന്ത്രി വേണം എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ IG പാട്ടീൽ എന്ന് പറഞ്ഞ് ഒരു മുൻ റിസർവ് ബാങ്ക് ഗവർണറുണ്ട്, അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തെ വിളിക്കുകയും ധനകാര്യമന്ത്രി ആകണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ IG പാട്ടീൽ ഏതായാലും അതിന് തയ്യാറായില്ല. അങ്ങനെ പക്ഷേ എന്നാലും അദ്ദേഹം പിന്മാറിയില്ല. പിന്നെ മൻമോഹൻ സിംഗിനെ പോലെ വലിയൊരു സാമ്പത്തിക ശാസ്ത്രത്തിലെ പണ്ഡിതനെ അദ്ദേഹം കൊണ്ടുവന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിൽ ലൈസൻസ് രാജ്യം ഒഴിവാക്കുക എന്നുള്ള ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ വന്ദേ മാതരം മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിന്നെ കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നിട്ടുള്ള അപ്പോൾ കുടുംബവുമായിട്ട് ബന്ധമുള്ളായിരുന്നു. പക്ഷേ ഏതായാലും അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഹൈദരാബാദിൽ നടത്താനായിട്ടാണ് അന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. ഏതായാലും ആ ഹുസൈൻ സാഗർ ലേക്ക് നമ്മൾ അവിടെ ചെന്നപ്പോൾ സൂവിയൊക്കെ കണ്ടു കാണും. അപ്പോൾ ആ ഹുസൈൻ സാഗർ ലേക്കിനടുത്ത് പി.വി. നരസിംഹറാവുവിൻ്റെ ഒരു ഓർമ്മഭൂമി എന്ന നിലയിലൊരു ഗ്യാൻ ഭൂമി എന്ന രീതിയിൽ അവിടെ അവർ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ TRSന് ഇത് വലിയൊരു അനുകൂല ഘടകമായിട്ട് വന്നിട്ടുണ്ട്. TRSൻ്റെ ഇതിലൊരു വലിയ രസകരമായ ഒരു കാര്യം, നരസിംഹറാവുവിൻ്റെ മകൾ സുരഭി വാണി ദേവി TRSൻ്റെ MLC ആണ്. അവർ TRSന് വേണ്ടി മത്സരിച്ചു. അവരെ ഇങ്ങനെ TRS സ്ഥാനാർത്ഥിയായി വെക്കുന്നത് പെട്ടെന്നായിരുന്നു ഒരു പ്രഖ്യാപനം. അപ്പോൾ KCRനോട് ആളുകൾ ചോദിച്ചു ഇതെങ്ങനെയാണ് പെട്ടെന്ന് നരസിംഹറാവുവിൻ്റെ മകൾ എങ്ങനെയാണ് ഇതിൽ വന്നത് എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അന്ന് അവർ ഈ മെഹബൂബ് നഗർ അതുപോലെ ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ ഹൈദരാബാദ് ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ MLC ആയി ഇവരെ നിയമിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അതിനൊരു ആദരവ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ആ നാടിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ അവരെ മുന്നോട്ടിറക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മനു, ഈ വിദേശ നയം, ഭാഷ, വിദ്യാഭ്യാസം ഈ മേഖലകളിലൊക്കെ നരസിംഹറാവു നൽകിയ സംഭാവനകളും
ഈ ഭാരത് രത്ന പരിഗണിക്കുന്നതിൽ നൽകുന്നതിൽ ഒരു പരിഗണനയായി കണ്ടിട്ടുണ്ടാകില്ലേ? അത് അദ്ദേഹം പണ്ഡിതനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നരസിംഹറാവു നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് 17 ഭാഷകൾ അറിയാമായിരുന്നു. 19 ഭാഷ. 19 എന്ന് വെച്ചാൽ ഇംഗ്ലീഷും ഹിന്ദിയും കൂടാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ലാതെ ഹിന്ദിയും ഇംഗ്ലീഷും ഒഴികെ അദ്ദേഹത്തിന് പിന്നെ മറാത്തി, ബംഗാൾ, മറാത്തിയൊക്കെ അദ്ദേഹത്തിന് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. മലയാളം വരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന് മലയാളം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒഡീഷയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒഡിയ അദ്ദേഹത്തിന് വഴങ്ങുമായിരുന്നു. സംസ്കൃതം അറിയാമായിരുന്നു. തമിഴ് അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഇതുണ്ട്. അതുപോലെ തന്നെ വിദേശ ഭാഷകൾ അദ്ദേഹത്തിന് ഫ്രഞ്ചൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വലിയ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഒരു നോവൽ. അത് ഇൻസൈഡർ എന്ന നോവൽ ഒരു പക്ഷേ അദ്ദേഹത്തെ കൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ് ഇൻസൈഡർ എന്ന നോവലിലൂടെ വരുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്നുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ കളിയാക്കി പറയുന്നത് ഈ ഭാഷ വെച്ചിട്ടാണ്. കാരണം ഈ ബാബരി മസ്ജിദ് തകർക്കുന്ന ഒരു സമയത്ത് ഇത്രയും ഭാഷകൾ അറിയുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഭാഷയിൽ പോലും ഇത് ചെയ്യരുത് എന്ന് ആരോടും പറഞ്ഞില്ല എന്ന് അന്ന് അദ്ദേഹത്തെ പലരും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം നൽകുമ്പോൾ അത് ദക്ഷിണേന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റം. ആന്ധ്രാപ്രദേശിന് പുറമെ തെലങ്കാനയിലും അതൊരു സ്വാധീനം തന്നെ. തെലങ്കാനയിലാണ് അത് ഏറ്റവും പ്രധാനമായി സ്വാധീനം ചെലുത്തുക. അന്ന് പിന്നെ അത് ഒരു ആന്ധ്ര ഒറ്റ സംസ്ഥാനം എന്ന നിലയിലാണ്. ഏതായാലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അത് അദ്ദേഹത്തിന് ഒരു വലിയ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് ഈ ഹൈദരാബാദ് മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അവിടെ ഒരു എക്സ്പ്രസ് വേ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സർക്കാർ, തെലങ്കാന സർക്കാർ. അപ്പോൾ ആ നിലയ്ക്ക് അത് അങ്ങനെ വരുന്നു. മാത്രമല്ല TRCയെ എപ്പോൾ കുപ്പിയിലാക്കാൻ കഴിയുമെന്നൊരു രാഷ്ട്രീയ നീക്കം ഇതിൻ്റെ പുറകിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ പല ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ കർണാടക സ്വാഭിമാൻ, ഗുജറാത്ത് സ്വാഭിമാൻ, UPക്ക് അവരുടെ ഒരു പലതരം പ്രാദേശികമായ വികാരങ്ങളുണ്ട്. ആ പ്രാദേശിക വികാരങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കർപ്പൂരി താക്കൂറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓക്കെ അതെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വിമർശനത്തിൻ്റെ സ്വാഭാവികമായും അടുത്ത ആൾ